ഹാഫ് ബോർ, സെക്കൻഡ് ഹാഫ് പിന്നെ കുറച്ച് കാണാം. ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് ഒക്കെ ശോകം. എന്നാലും സോങ്സ് ഒക്കെ വരുമ്പോൾ ചുമ്മാ എടുത്തിട്ടേക്കുന്ന അതോ സോങ്സ് ഒക്കെ ആപ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്? ആയിട്ടല്ല കൊടുത്തേക്കുന്നത്, ശോകമായാലും. എന്നാലും നമ്മൾ കൊടുത്ത പൈസ മുതലാവോ? കൊടുത്ത പൈസ മുതലാവില്ല. പുള്ളി ഫസ്റ്റ് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കൊടുത്ത പൈസ മുതലാവില്ല, കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമയല്ല, ഭയങ്കര മോശം സിനിമ എന്ന രീതിക്കാണ് പുള്ളി ഫസ്റ്റ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ആള് ചോദിക്കുന്ന ചോദ്യത്തിനാണ് എനിക്ക് ഭയങ്കര സോങ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ പ്ലേസ് ചെയ്തിട്ടുള്ളത്, അപ്പൊ പുള്ളി തിരിച്ചറിയണം അല്ല സോങ് ഒന്നും കറക്റ്റ് അല്ല പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചോദ്യത്തിൽ തന്നെ ഉത്തരം കൊടുക്കുന്ന രൂപത്തിലാണ് ഇത്. മറ്റേ എന്തോ PSC എന്നൊക്കെ പോണ പോലെ തന്നെ അങ്ങനെയൊക്കെ ചോദിക്കണം. അപ്പൊ തന്നെ ഡൗട്ട് അടിച്ചു ഇതെന്തോ നമുക്ക് ആരോ പണിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സെയിം ആളുടെ റിവ്യൂ, സെയിം പേഴ്സൺ വേറെ ആളയച്ചില്ല എനിക്ക്. അതേ ആള്, അതായത് ഈ റിവ്യൂ പറഞ്ഞേക്കുന്ന സെയിം ആള് തന്നെ വേറൊരു ചാനലിന് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വേറൊരു ചാനലിൽ കൊടുത്ത ഒരു റിവ്യൂ ഉണ്ട്. എടുത്ത് പറയാൻ പറ്റത്തില്ല എന്താണുള്ളത്? അങ്ങനെ കോമഡിയാണോ? കോമഡി പിള്ളേർ ഏത് പടം ഏത് വിഭാഗത്തിലുള്ള പിള്ളേർക്കുള്ളത്? പയ്യന്മാർക്ക് അഭിനയിച്ച ഫുൾ പുതിയ പയ്യന്മാരാണല്ലേ? സാഗർ സൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയം സാഗർ സൂര്യ കുറച്ചേ ഉള്ളൂ അതാ? വേറെ അമീൻ എന്ന് പറയുന്ന പുള്ളി ഉണ്ടല്ലോ, വേറെ ഇവിടുത്തെ എടുത്തു പറയും പോസിറ്റീവ് ആണെന്ത് പാട്ട് കൊള്ളായിരുന്നു. അപ്പൊ ആള് പറയണത്, രണ്ടാമത് പറഞ്ഞത് ആൾക്ക് പടം വർക്കായി, പടത്തിലെ ആക്ഷൻ വർക്കായി, പടത്തിലെ സെയിം ആളാണ് പറയണത്. ഒന്ന് ആലോചിച്ച്, ഒരു ദിവസം റിലീസായിട്ട് ഒരാള് 2 റിവ്യൂ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഡൗട്ടായി. ഇങ്ങനത്തെ കുറെ അധികം ആൾക്കാർ. അതായത് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ചാനലിന്റെ പേര് ഞാനിപ്പോ പറയാം. ആ ചാനലിന്റെ പേര് വന്നിട്ട് സിനിവുഡ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അവരാണ് ഈ റിവ്യൂസ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് ഡേ വന്നേക്കുന്ന റിവ്യൂസ് ആണ്. അപ്പൊ ആൾക്കാർ നോർമലി ഓഡിയൻസ് ഡെർബി റിവ്യൂ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് ഈ പറഞ്ഞ സിനിവുഡ് എന്ന് പറഞ്ഞ ചാനലിന്റെ റിവ്യൂസ് ആണ്. അപ്പൊ അതിൽ ഒരാളല്ല, ഒരു കണ്ടിന്യൂസ് ഒരു 3-4 ആൾക്കാരെയും കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ എല്ലാരും പറയണത് നെഗറ്റീവ് ആണ്, പടം കൊള്ളില്ല, വർക്കായിട്ടില്ല, സിനിമയിൽ ഒന്നുമില്ല, എന്ന രീതിക്കുള്ള കമന്റ്സുകളാണ് അതിൽ ഉടനീളം വന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കൺഫ്യൂസ്ഡ് ആയി. ഇപ്പം നമ്മൾ എല്ലാവരും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു നമുക്ക്. നമ്മൾ പടം കഴിഞ്ഞ ദിവസം കാണുന്ന സമയത്ത് നമ്മൾ നമുക്കൊരു ഓക്കെയാണ് പരിപാടി, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ഈ റിവ്യൂ വന്നിട്ട് നമുക്ക് തന്നെ മനസ്സ് മടുത്തു. ഈ പറഞ്ഞ രീതിക്ക് അയ്യോ ഇത് നെഗറ്റീവ് ആണല്ലോ വരുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിക്ക് അല്ലല്ലോ വരുന്നുള്ള സാധനം നമുക്കിപ്പം ഡയറക്ടർ ഉൾപ്പെടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഈ പടത്തിന് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ബഡ്ജറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഉൾപ്പെടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആയി. നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ പടത്തില്. അപ്പൊ നമ്മളത് ആ കോൺഫിഡൻസിൽ നമ്മൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററൊക്കെ ഫില്ലാകുന്നുണ്ട്. നിൽക്കുന്ന സമയത്ത് നമ്മുടെ എഡിറ്റർ ചുമ്മാ ഒരു പയ്യന് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചല്ല, അതായത് ഞാൻ ഈ 2 വീഡിയോയിലും വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ഒരാള് തന്നെ 2 ചാനലിന് 2 ഇന്റർവ്യൂ കൊടുക്കുവാണ്. ഒന്നിന് പുള്ളിക്കാരൻ പടത്തെ കുറിച്ച് ഭയങ്കര മോശം അഭിപ്രായം പറയുന്നു. അതേ തിയേറ്ററിൽ നിന്നുകൊണ്ട് തന്നെ അടുത്തൊരു മൊമെന്റിൽ പടത്തെ കുറിച്ച് ഭയങ്കര നല്ല റെസ്പോൺസും പറയുന്നു. അപ്പൊ നമ്മൾ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ കഴിഞ്ഞ ദിവസത്തെ റീൽ ഇട്ടു. ഇതെന്താ ഇങ്ങനെ, എന്താ കുമ്പിടിയാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു ക്ലാസ് രൂപ റീൽ ഇട്ടു. അപ്പൊ അത് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പയ്യൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ഇന്ന് മോർണിംഗ് എനിക്ക് ഇൻസ്റ്റയിൽ ഈ പയ്യനെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പയ്യന്റെ. പയ്യൻ എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ ആ പുള്ളി എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജസ് ഞാനൊന്ന് കേൾപ്പിക്കാം, നിങ്ങൾ തന്നെ കേട്ടു നോക്കുന്നു. ബ്രോ എന്നോട് അവിടെ നിന്ന് ചേട്ടന്മാർ മൈക്കും പിടിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു നെഗറ്റീവ് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബ്രോ അവിടെ നിന്ന് ചേട്ടന്മാരെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ കുറേ പേര് ഫ്രണ്ട്സൊക്കെ കുറേ വീഡിയോ ഇപ്പം അയച്ചു തന്നു, നാണക്കേടായി. അതാണ് അത്ഭുതം. അതായത് അവിടെ ഈ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്ന യൂട്യൂബ് ചാനലിന്റെ ആൾക്കാര് ഈ സിനിമ കണ്ടിറക്കിയിടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് മൈക്കും കൊണ്ട് പോയിട്ട് പറയുവാണ് നെഗറ്റീവ് റിവ്യൂ പറയാം. അതായത് നെഗറ്റീവ് റിവ്യൂസ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പുറത്താണ് ഇവരെങ്ങനെ റിവ്യൂസ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ് ഒരു സിനിമ എങ്ങനെ കൊല്ലണമെന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും പയ്യൻ മെസ്സേജ് അയക്കുന്നുണ്ട്. കുറെ മെസ്സേജ് പയ്യൻ അയച്ചിട്ടുണ്ട്. പയ്യൻ മനഃപൂർവ്വമല്ല ബ്രോ, എന്റെ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പയ്യൻ പറഞ്ഞതിന്റെ പുറത്ത് പയ്യനുള്ള റെസ്പെക്ടിന്റെ പുറത്ത് നമ്മളെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അവന്റെ മുഖം ഞാൻ ഇവിടെയും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിന് ഒരുപാട് മെസ്സേജ് എനിക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം പുള്ളി പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയും പുള്ളിയുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ തിയേറ്റർ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറെ ആൾക്കാർ റിവ്യൂ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ റിവ്യൂ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവര് മൈക്കും കൊണ്ടുവന്നിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പടത്തെ കുറിച്ച് നെഗറ്റീവേ പറയാൻ പാടുള്ളൂ. ഈ പടത്തെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് നെഗറ്റീവ്സ് പറയാനുള്ളത് മാത്രം പറയാൻ പറഞ്ഞതിന്റെ പുറത്താണ് ആ പയ്യൻ അങ്ങനെ നെഗറ്റീവ് പറഞ്ഞേക്കുന്നത്.
അത് അതിന് പുള്ളി റിക്വസ്റ്റ് ചെയ്തു, പുള്ളി മാത്രം പറഞ്ഞു പറഞ്ഞ രീതി പുള്ളിക്ക് മിസ്റ്റേക്ക് പറ്റിയാണെന്ന് പുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ചാനലിൽ വന്നേക്കുന്ന ബാക്കി നമ്മൾ അന്വേഷിച്ച സമയത്ത് ബാക്കി എല്ലാ റിവ്യൂവേഴ്സിന്റെ അടുത്തും ഇവര് ആ റിവ്യൂ പറഞ്ഞേക്കുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും ഇവര് നെഗറ്റീവ് പറഞ്ഞ് പറയിപ്പിച്ചേക്കുവാണ്. അതായത് ആരാന്നറിയില്ല, നമ്മൾക്കെതിരെ ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ഇപ്പൊ നമ്മുടെ ഈ സിനിമ എന്നല്ല, ഏത് സിനിമ ആയിക്കോട്ടെ, ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ കൊല്ലണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഒരു പടത്തിന് പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പടം കണ്ടു, അത് നമ്മളങ്ങനെ പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ജെറി ഒരു പടത്തിന് പോകുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ ഓരോരുത്തരും കാണുന്ന പടങ്ങൾ ഇഷ്ടപ്പെടും. ഇതാന്ന് വെച്ചാൽ ഒരു സിനിമനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ കുറെ ആൾക്കാർ ഈ പറഞ്ഞ രീതിയിൽ കുറെ ഫ്രണ്ട് സർക്കിൾ ആൾക്കാർ സിനിമ ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. എനിക്കും സൈലിക്കൊക്കെ നമ്മുടെ അസോസിയേറ്റ് എല്ലാവർക്കും കോള് കണ്ടിന്യൂസ് വരുന്നുണ്ട്, പടം നല്ലതാണ്, രസമുള്ള സിനിമയാണെന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് കോള് വരുന്നുണ്ട്. പക്ഷേ ഈ നമ്മളിപ്പോ നോർമലി കുറെ ഓഡിയൻസ് റിവ്യൂസ് നോക്കിയിട്ട് സിനിമ കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ ഇൻസ്റ്റയിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന കണ്ടന്റ് എന്ന് വെച്ചാൽ പടം കൊള്ളില്ല എന്ന രീതിക്കുള്ള കണ്ടന്റ്സ് ആണ് കാണുന്നത്. അപ്പൊ ഉറപ്പായിട്ട് മനസ്സ് മടിക്കും, ഓക്കെ ഒരു മോശപ്പടമല്ലേ പോണ്ട എന്ന് വിചാരിക്കും. പക്ഷേ ഇതൊക്കെ കുക്ക് ചെയ്യുന്ന സ്റ്റോറീസ് ആണ്. ഇത് ആരൊക്കെയോ ചേർന്നിട്ട് ഈ പറഞ്ഞ മനഃപൂർവ്വം ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇത് തന്നെയാണ്. മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് ഈ സിനിമയെ കുറിച്ച് മോശം മാത്രമേ പുറത്ത് പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പറയിപ്പിച്ചിരുന്ന റിവ്യൂസ് ആണതല്ല. ഇത് കാണുന്ന ഒരു ഓഡിയൻസ്. ഇപ്പൊ നമ്മളിത് പറയാൻ കാരണം നമ്മുടെ സിനിമ മാത്രമല്ല, ഇപ്പൊ റീസെന്റ് റിലീസായ പല സിനിമകളും നല്ല സിനിമകൾ കുറെ ഉണ്ട്. ഇതിനൊക്കെ ഈ പറഞ്ഞ രീതിയിൽ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് സിനിമയെ തകർക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ആരൊക്കെയോ അവരുടെ വ്യക്തപരമായ ഇതിന്റെ പുറത്ത് മനഃപൂർവ്വം ചെയ്യിച്ച് പറയിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ നിൽക്കാൻ പാടില്ല, ഒരു ദിവസം 2 ദിവസത്തേക്കുള്ള സിനിമ ഓടാൻ പാടില്ല എന്ന് വ്യക്തമായ ധാരണയോട് കൂടിയിട്ടാണ് ഇവരൊക്കെ സംസാരിച്ചിരിക്കുന്നത്, ചെയ്യിപ്പിക്കുന്നത് എല്ലാം. അപ്പൊ വേറെ ഒന്നും ഇത്രേ പറയാനുള്ളൂ, ഒരു സിനിമനെ കൊല്ലാണ്ടിരിക്കുക. ഒരു സിനിമ കാണുക, സിനിമ കണ്ടിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള നെഗറ്റീവ് റിവ്യൂസിൽ വീഴാതെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണ് ഡെർബി. അപ്പം എല്ലാവരും സിനിമ കാണും, നല്ലൊരു സിനിമയാണ്, അതെനിക്ക് ഉറപ്പുവരാൻ പറ്റും. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, സിനിമ കണ്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ആരെയും ഈ റിവ്യൂസ് ഒന്നും നോക്കാണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കാം. നിങ്ങളിപ്പോൾ 200 കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ ഒരിക്കലും ഡെർബിയും പഠിപ്പിക്കില്ല. അതിന് കുറേ സോങ്സ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, നല്ലൊരു പ്രണയമുണ്ട്, കുറേ എലമെന്റ്സ് ഒരുമിച്ച് ചേർന്നിട്ടുള്ള സിനിമയാണ് ഡെർബി. അപ്പൊ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആരുടെയും അഭിപ്രായങ്ങൾ കേട്ട് സിനിമയെ വിലയിരുത്താതെ നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട്, നമ്മളെല്ലാം ഹാർഡ് വർക്ക് ഉണ്ട്, കുറെ രാത്രികൾ ഉറക്കം ഉളച്ച് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളെല്ലാ ഹാർഡ് വർക്കിന് ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങളുടെ കയ്യിലാണ് സിനിമ ഇരിക്കുന്നത്. നിങ്ങൾ പോയി കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും നിങ്ങൾ പേഴ്സണലി നിങ്ങളുടെ വലിയൊരു അഭിപ്രായം നമ്മളെ അറിയിക്കുക.